നമസ്കാരം കൂട്ടുകാരെ, ദീപ്തീസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചോറിൻ്റെ മുകളിൽ നമ്മുടെ സ്വന്തം മീൻകറി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ഓംലെറ്റ് ഉണ്ട്, ചെറുപയർ തോരനുണ്ട്, കാബേജ് തോരനുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ മീൻ കറി ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള നല്ലൊരു മീൻ കറി ഇല്ലേ, ഇന്ന് ആ ഒരു സ്റ്റൈലിലാണ് ഞാനിവിടെ മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. മീൻ കറിയിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം തന്നെ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി, അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതാണ്, അതുകൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സബോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ സബോള മാത്രമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് വാടി വരണം. സബോള അവിടെ വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തീ ചെറുതാക്കി ഇട്ടിട്ട് വേണം പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, കരിഞ്ഞു പോകരുത് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ്, ഇപ്പോൾ എന്താ പറയുകയാണെങ്കിൽ ഒരു നാളികേരത്തിൻ്റെ അരമുറി തേങ്ങയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്, ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങ മൂപ്പിക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഇതിൻ്റെ കൂടെ ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒരുപാടിട്ട് മൂപ്പിക്കരുത്, ഒന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തേങ്ങ ഇതിൽ കിടന്ന് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട്, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഷീലാവ് എന്ന് പറഞ്ഞ മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ കുറച്ച് കഷ്ണങ്ങൾ ഞാൻ വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും കഷ്ണങ്ങളാണ് നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ ഉള്ളി, ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി എപ്പോഴും മീൻകറിക്ക് മാത്രമല്ല ഏത് കറിക്കാണെങ്കിലും ചെറിയ ഉള്ളി ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ മൺചട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചൂടാവാൻ കുറച്ച് സമയം എടുക്കും, പക്ഷെ ചൂടായി കഴിഞ്ഞാലോ ചൂട് നന്നായി നിൽക്കുകയും ചെയ്യും ആ ചട്ടിയിൽ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ, ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഞാനൊരു ഇത്രയും ഒരു 5 മുഴുവൻ മുളകാണ്, പച്ചമുളകാണ്, അതിനെ നടുകെ കീറിയതാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സാധാരണയായിട്ട് ഞങ്ങൾ തൃശ്ശൂർക്കാർ മീൻ കറി വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഉലുവയോ കായോ ഒന്നും ചേർക്കാറില്ല. കഴിഞ്ഞ തവണ ഞാൻ മീൻ കറിയുടെ ഒരു റെസിപ്പി ഇട്ട സമയത്ത് ആലപ്പുഴക്കാരനൊരു സുഹൃത്ത് ചോദിച്ചു, എന്താ മീൻ കറിയിൽ കായപ്പൊടി ചേർക്കുന്നില്ലേ, ഗ്യാസിന് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ ഉലുവ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരല്പം കായും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ രുചിയൊന്ന് നോക്കാമല്ലോ, എപ്പോഴും ഒരേ രീതി തന്നെ ട്രൈ ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ രുചിയും നോക്കാം, എങ്ങനെ ഇരിക്കുന്നത് കാണാമല്ലോ. അപ്പോൾ ഇതെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. തീ കുറച്ച് വെച്ചിട്ട് 1 ടീസ്പൂണും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം കൂടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ. തീ നന്നായി കുറച്ച് വെക്കണം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ചൂട് നിലനിൽക്കുന്നൊരു സംഭവമാണ് ഈ മൺചട്ടി. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് കേട്ടോ. ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ തക്കാളി.
തക്കാളിയും ഈ മസാലയൊക്കെ കൂടി ഒന്ന് മിക്സായി വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നേരത്തെ നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്. ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് മീൻ ചേർക്കുന്നില്ല. അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് മീൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ സമയം വരെ കറിയിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തിള വരുന്നുണ്ട്. ഇനി നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ അരപ്പ് പിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇളക്കാൻ പറ്റില്ല കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് മുമ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കോൽപ്പുളി ചേർക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ കുടംപുളിയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ കുടംപുളിയും ഈ കഷ്ണങ്ങളൊക്കെ കൂടി ചേർന്നിട്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് കയ്യിൽ വെച്ചിട്ട് ഒരുപാട് ഇളക്കി കുത്തി മറക്കരുത്, കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ചാൽ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ മീൻകറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിൽ പാകത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ടോയെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വറവിടാനുള്ള തയ്യാറെടുപ്പ് നടത്താം കേട്ടോ. മീൻകറി വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മൂപ്പിച്ച് ഇളം ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വറവ് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇതാണ് കേട്ടോ മീൻ കറിയുടെ ഫൈനൽ ലുക്ക്. സൂപ്പറായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സി യു.